ഡോക്ടർ, കുട്ടികളെയാണ് ഇപ്പോൾ ഈ HMP വൈറസ് ബാധിച്ചിരിക്കുന്നത്. ഡോക്ടർ ജ്യോതിദേവ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചു. കുട്ടികളെ മാത്രമല്ല മുതിർന്നവരെയും ഇത് ബാധിക്കും, അതിനുള്ള സാധ്യത ഒക്കെ അദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ബാംഗ്ലൂരിൽ 2 കേസ്, അതുപോലെ ഗുജറാത്തിലൊരു കേസ്, അത് കുട്ടികളിൽ ആയത് എന്തുകൊണ്ടാണ്? നമസ്കാരം. ഞാൻ അതൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഹ്യൂമൻ മെറ്റാനോമ വൈറസ് HMPV നമ്മുടെ നാട്ടിൽ നേരത്തെ തന്നെയുള്ളൊരു വൈറസാണ്. നമ്മുടെ കുട്ടികളിൽ നേരത്തെ വന്നുവരുന്ന റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ് RSV, അതിന്റെ ഒരു ജനറ്റിക് കോപ്പി തന്നെയാണ് ഈ HMPV. ഇത് നേരത്തെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ കേരളത്തിൽ തന്നെ ഈ PCR ടെസ്റ്റിംഗ് എന്ന് പറയും, DNA സീക്വൻസ് വഴി ഏത് വൈറസാണ് ഐസൊലേറ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ട്. അതായത് കോവിഡിന് ശേഷം, കോവിഡിന്റെ കൂടാണ് അങ്ങനെ ആ ടെസ്റ്റ് വന്നത്, കോവിഡ് ആന്റിജൻ ടെസ്റ്റ് ചെയ്യുന്ന പോലെ. അത് വന്നതിന് ശേഷം ഈ വൈറസും ഇതുപോലെ തന്നെ ഉള്ള മറ്റു ചില വൈറസ് ഉണ്ട്, അഡിനോ വൈറസ്, റൈനോ വൈറസ്, ഇൻഫ്ലുവൻസ, പാരാ ഇൻഫ്ലുവൻസ, ഇതെല്ലാം നമ്മളിപ്പോൾ ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഹ്യൂമൻ മെറ്റാനോമ വൈറസ് ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമായിട്ട് ഞങ്ങൾ ഈ രംഗത്തുള്ളവർക്ക് പലർക്കും ഇപ്പം തോന്നുന്നില്ല. വെച്ചാൽ ഞാൻ അപ്പോളോ അറ്റ്ലക്സ് ഹോസ്പിറ്റലിലെ HOD ആണ്, പീഡിയാട്രിക്സ് ഡയറക്ടറുമാണ്. ഞങ്ങൾക്ക് ഒരു മാസം ഒരു 8-10 കേസെങ്കിലും ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് ഹ്യൂമൻ മെറ്റാനോമ വൈറസ് കഴിഞ്ഞ 2 മാസമായിട്ട്. അപ്പൊ അതാണ് അതിന്റെ ഒരു വശം. പിന്നെ ഈ മെറ്റാനോമ വൈറസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ കുട്ടികളിലെ കൂടുതലായിട്ട് ഞങ്ങൾ പറയുന്നത് എപ്പോഴും ഒരു അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ത്രോട്ടിന്റെ ഒക്കെ ഇൻഫെക്ഷൻ ഉണ്ടാക്കാം. ഇതുകൊണ്ടൊരു വൈറൽ ന്യൂമോണിയാസ് വരാൻ ചിലപ്പോൾ. പിന്നെ വരാവുന്ന പ്രധാനമായിട്ടും ഉള്ളത് ഇത് ആസ്മ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരിൽ വീസിങ് ട്രിഗർ ചെയ്യും, അതായത് ഉത്തേജിപ്പിക്കും, പ്രസിപ്പിറ്റേറ്റ് ചെയ്യാന്ന് പറയും. അവരിൽ ഏറ്റവും കൂടുതൽ ശ്വാസം മുട്ടൽ ഏറ്റവും കൂടുതൽ ട്രിഗർ ചെയ്യാവുന്ന ഒരു വൈറസാണിത്. അപ്പോൾ ഒരു ആസ്മ ഉള്ളവരില്ലെങ്കിൽ ആസ്മയുടെ ടെൻഡൻസി ഉള്ള കുട്ടി അല്ലെങ്കിൽ വീസിങ് ഉള്ള ഒരു കുട്ടിക്ക് ഈ ഒരു HMPV ഇൻഫെക്ഷൻ വന്നാൽ നല്ല രീതിക്ക് ശ്വാസം മുട്ടൽ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഇതിന് ഞങ്ങളുടെ ഭാഗത്ത് കൂടുതൽ കണ്ടുവരുന്നത്. ഇത് പിന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് എപ്പോഴും എക്സ്ട്രീം പ്രീടൈം, ഒരുപാട് പ്രിമച്വർ ബേബീസ്, അവർക്ക് എപ്പോഴും ഇമ്മ്യൂണിറ്റി കുറവാണ്. പിന്നെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ്, അതായത് മരുന്നുകൾ എന്തെങ്കിലും ക്യാൻസറോ മറ്റു കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റേ ചില അസുഖങ്ങൾക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിന് വേണ്ടി മരുന്ന് കഴിക്കുന്നവര്, പിന്നെ എൽഡർലി, ഇപ്പൊ ജ്യോതിദേവ് സാറൊക്കെ പറഞ്ഞ എൽഡർലി, അവർക്ക് ഇങ്ങനെയുള്ള ഒരു കാറ്റഗറിയിലാണ് കൂടുതലും ഇതിനൊരു ഇഷ്യൂസ് വരാനുള്ള സാധ്യത. അതർവൈസ് ഇതൊരു മറ്റു വൈറസുകളെ പോലെ കടന്നു പോകുന്ന ഒരെണ്ണമാണ്. ഇതിന്റെ മാനേജ്മെന്റ് ട്രീറ്റ്മെന്റ് ആണെങ്കിലും നമ്മൾ പറഞ്ഞ പോലെ എല്ലാം ഈ ഒരു വൈറസ് ഇൻഫെക്ഷൻസിന്റെ പൊതുവായുള്ള തത്വത്തിൽ പോകുന്ന നമ്മൾ നല്ല ന്യൂട്രീഷൻ, നല്ല ഹൈഡ്രേഷൻ, റെസ്റ്റ്, ഇങ്ങനെയുള്ള സിംറ്റമാറ്റിക് സപ്പോർട്ട്, ലക്ഷണങ്ങൾക്ക് അനുസരിച്ചുള്ള മരുന്നുകൾ, പിന്നെ വല്ല രീതിയിലെയും ന്യൂമോണിയ വല്ലതും ഡെവലപ്പ് ചെയ്താൽ നമ്മൾ അതിനുള്ള എക്സ്ട്രാ സപ്പോർട്ട്. ഇതാണ് ഇതിന്റെ ഒരു കെയർ. ഡോക്ടർ രമേശ്, ഈ വൈറസ് എത്രത്തോളം അപകടകാരിയാണ്? ഈ വൈറസ് അപകടകാരി എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചതിന്റെ തന്നെ ഒരു കണ്ടിന്യൂസ് തീർച്ചയായിട്ടും ക്ലാരിഫൈ ചെയ്താൽ ഇത് നമുക്ക് ചില കുട്ടികളിലാണെങ്കിൽ നമുക്ക് ഇതിന്റെ ത്രോട്ട് ഇൻഫെക്ഷൻ, അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ത്രോട്ട് നോസിൽ വരുന്ന ഇൻഫെക്ഷന്, ന്യൂമോണിയ, പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ ആസ്മാറ്റിക്സിലൊക്കെ വീസിങ് വരാം. അപ്പൊ അതിനെ അത്രയ്ക്ക് രീതിയിൽ കണ്ടാൽ മതി. ഇതിന് നമ്മൾ മറ്റു വൈറസിനെ പോലെ നമ്മൾ ഇത് കോവിഡ് പോലൊന്നും ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. ഇത് ഒത്തിരി അൺകവർ ചെയ്ത് വരുന്നു, കൂടുതൽ ഐസൊലേറ്റ് ചെയ്ത് വരുന്നു. ചൈനയിൽ ഒത്തിരി നമ്പർ വരുന്നു എന്ന് പറയുന്നു. നമുക്ക് ചൈനയിലെ കാര്യമാണ് കറക്റ്റ് അറിയത്തില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ നേരത്തെ ഉണ്ട്. ഇതുകൊണ്ടുണ്ടാകുന്ന മോർട്ടാലിറ്റി വളരെ, ഞാൻ പറഞ്ഞ പോലെ വളരെ തീരെ പൊടിക്കുഞ്ഞുങ്ങൾ, എക്സ്ട്രീം പ്രീടൈം ബേബിയിലോ പിന്നെ രോഗപ്രതിരോധ ശക്തി കുറവുള്ള എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നോ അങ്ങനത്തെ ആൾക്കാരിലോ മാത്രമേ ഉള്ളൂ ഇത് സാധാരണഗതിക്ക് ഇത് ന്യൂമോണിയ വന്ന്. അത് മറ്റു വൈറസിന് ഇതേ ഗതി തന്നെയാണ്, മറ്റേ ഇൻഫ്ലുവൻസായി എല്ലാം ഇത് തന്നെയാണ്, എല്ലാ വൈറസും അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ളവരിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിൽ കവിഞ്ഞൊന്നും ഇതിനകത്ത് കൂടുതലായിട്ടുള്ള നിലവിലുള്ള സാഹചര്യത്തിൽ ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല. നമ്മളതൊരു എന്നാണ് ഞങ്ങളുടെ പീഡിയാട്രിഷ്യൻസിന്റെ ഇടയ്ക്കുള്ള പൊതുവേ ഉള്ള ഞങ്ങളുടെ എല്ലാവരുടെയും എക്സ്പീരിയൻസും ലിറ്ററേച്ചറിന്റെ ക്രോസ് സെക്ഷൻ നമ്മൾ നോക്കിയാലും നമ്മുടെ പഴയ ഇത്ര നാളത്തെ ഈ വൈറസിന്റെ ചരിത്രം നോക്കിയാലും മനസ്സിലാകുന്നത്. ഡോക്ടർ, നമ്മുടെ ഹെൽത്ത് കൈകാര്യം ചെയ്യുന്ന സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഐസൻ ജോസ് ഉണ്ട്. ഐസൻ ചോദിക്കാം. ഡോക്ടർ കേൾക്കാമോ? കേൾക്കാം പ്ലീസ്. ഡോക്ടർ, ഇപ്പോൾ ഈ താങ്കൾ പറഞ്ഞതുപോലെ ഈ വൈറസിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പെട്ടെന്ന് അതിനൊരു വിർലൻസ് വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് വർദ്ധിക്കാനുള്ളൊരു സാഹചര്യം ആ ജനറ്റിക് ഫോർമേഷൻ വന്നിട്ടുണ്ടോ? ആ ഫോർമേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് സമാനമാണോ ചൈനയുടെ ഇതിൻ്റെ പോലെ?
നമ്മൾ നിലവിലുള്ള ഞങ്ങളുടെ ഇപ്പോൾ നമ്മൾ എവിഡൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ മെറ്റാനിമോ വൈറസ് അത്ര വിർലൻസ് ആയിട്ട് നമുക്ക് ഇന്ത്യയിൽ അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഒത്തിരി വൈറസ് ഐസൊലേറ്റ് ചെയ്തു. ഞങ്ങൾ മിക്ക ഡോക്ടർമാർക്ക് ഇതൊക്കെ PCR ടെസ്റ്റിംഗ് വന്നതുകൂടെ ഞങ്ങൾ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട് ഈ വൈറസിന്. പക്ഷെ ഞങ്ങളുടെ കുട്ടികളൊക്കെ വളരെ സുഖമായി കടന്നുപോയി, കൂടുതൽ ഒരു പ്രശ്നമില്ലാതെ കടന്നുപോയി. അപ്പം പിന്നെ ഇത് ചൈനയിൽ അതിന് മ്യൂട്ടന്റ് സ്ട്രെയിൻ വരുന്നു എന്ന് പറയുന്നു. പക്ഷെ ഇന്ത്യയിലെ നമുക്കിപ്പം 2-3 കേസുകൾ വന്നതിനകത്ത് എവിടെയോ മ്യൂട്ടന്റ് സ്ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞൊന്നും എവിഡൻസ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ഒന്നും നമുക്ക് ഇതുവരെയും സപ്പോർട്ടീവായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ അക്കാഡമിയുടെ ഇപ്പോഴത്തെ അഭിപ്രായവും. ഞങ്ങൾ ആ രീതിയിലാണ് ശിശുര വിദഗ്ധരുടെ അക്കാഡമിയിലുള്ള പൊതുവെയുള്ള കോൺസെൻസസ് സ്റ്റേറ്റ്മെന്റ് അങ്ങനെ പോകുന്നത്. പുതിയ വിർലൻസ് കൂടിയ സ്ട്രെയിൻ ഒന്നും മെറ്റാനിമോ വൈറസിൽ കറന്റായിട്ട് ഐസൊലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. തീർച്ചയായും മറ്റൊരു ചോദ്യം കൂടി ഇപ്പോൾ സംശയം വരുന്നത്, മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ പരിശോധിക്കുമ്പോൾ ഇതിനെ ആൻറ്റിവൈറൽ ഡ്രഗോ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സോ ഒന്നും തന്നെ ഇപ്പോൾ അത് ഉപദേശിക്കാൻ അല്ലെങ്കിൽ അത് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നില്ല എന്നൊരു വിവരമാണ് വരുന്നത്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ എങ്ങനെയാണ്? അത് സത്യമാണ് ഈ പറഞ്ഞത്. സാറ് പറഞ്ഞത്, ഇദ്ദേഹം പറഞ്ഞത് വളരെ സത്യമാണ്. പക്ഷേ ഇതൊരു വൈറസ് ഇൻഫെക്ഷന്റെ പൊതുതത്വം അങ്ങനെയാണ്. വൈറസ് ഇൻഫെക്ഷൻസിനകത്തിൽ ചുരുക്കം ചില വൈറസ് ഇൻഫെക്ഷൻസിനെ ഉള്ളൂ സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ഉള്ളൂ. നമുക്കിപ്പോൾ ഇൻഫ്ലുവൻസയ്ക്ക് സ്പെസിഫിക് ട്രീറ്റ്മെന്റ് വന്നിട്ടുണ്ട്. എന്നാൽ അതിരിക്കെ നമ്മളിപ്പോൾ ഇത് വരുന്ന അഡിനോ വൈറസിന് കുട്ടികൾ ഒത്തിരി ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ. ഒരുപാട് വൈറസ് ഒരുപാട് സ്പ്രെഡ് ചെയ്യുന്നുണ്ടായിരുന്നു. റൈനോ വൈറസ് എന്ന് പറഞ്ഞുണ്ട്, RSV റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ്. ഇതിനൊന്നും സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. ഇതിനൊക്കെ റെസ്റ്റും ന്യൂട്രീഷനും പിന്നെ സപ്പോർട്ട് വളരെ ചുരുക്കമായി ഇങ്ങനത്തെ കുട്ടികൾ ചിലപ്പോൾ ന്യൂമോണിയ വളരെ ചുരുക്കമായി I must say less than 0.1% വല്ലതും വന്നെങ്കിൽ ന്യൂമോണിയ അങ്ങനെ ഡെവലപ്പ് ചെയ്താൽ അവർക്ക് നമ്മൾ ICU കിടത്തി ഓക്സിജൻ സപ്പോർട്ടും അതിനനുസരിച്ചുള്ള ന്യൂട്രീഷൻ സപ്പോർട്ടും കൊടുക്കുക. അത് പതുക്കെ അത് ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ ഇതിന്റെ കൂടെ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കോഎക്സിസ്റ്റ് ചെയ്ത് വന്നെങ്കിൽ ആന്റിബയോട്ടിക് കൊടുക്കുക. അല്ലാതെ ഇതിന് വേറെ ട്രീറ്റ്മെന്റ് ആവശ്യമില്ല. ബോഡി ശരീരം തന്നെത്താനെ കളയുന്ന ഒരു ഇതാണ്. ബോഡി ഓവർകംസ് ദ വൈറസ് ഇൻഫെക്ഷൻ ജസ്റ്റ് ലൈക്ക് എനി അതർ വൈറസ്. അങ്ങനെ വിചാരിക്കേണ്ട കാര്യമുള്ളൂ. ഞങ്ങൾ ഇതിനകത്ത് പറയുമ്പോൾ ഇതിനെ അത്രയും ഈ ഭയപ്പെടാൻ തക്കമുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് ഇതുവരെ ഞങ്ങൾക്ക് നമ്മുടെ ഇതിനകത്ത് വ്യക്തമായി വന്നിട്ടില്ല. പക്ഷേ കൂടുതൽ വൈറസ് ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ടെസ്റ്റിംഗ് കൂടുതൽ നടക്കുന്നതാണ്. കൂടുതൽ വൈറസിനെ നമ്മളിങ്ങനെ എല്ലായിടത്തും PCR പാനൽ ടെസ്റ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പൊ അതനുസരിച്ച് കൂടുതൽ കണ്ടുപിടിക്കപ്പെടുന്നതുകൊണ്ട് അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു. എന്നല്ലാതെ അതിനകത്ത് ഒരു ഡെഡ്ലി വൈറസ് എന്നോ ഒന്നും പറയാനുള്ള ഒന്നും ഇതുവരെയും നമുക്ക് അനുകൂലമായ ഒരു എവിഡൻസും വന്നിട്ടില്ല. അതിനനുസരിച്ചുള്ള മ്യൂട്ടേഷൻ വന്നിട്ടുമില്ല. ഡോക്ടറോട് ഒരു ചോദ്യം കൂടി. അതായത് ഇപ്പോൾ എല്ലാവരും ആശങ്കയിലാണ്. ഇനിയിപ്പോൾ കൊറോണ പോലെ ഒരു അറ്റാക്ക് ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്കയിലാണ്, ഭീതിയിലാണ്. എല്ലാവരും അത് പരസ്യമായിട്ട് തന്നെ ഇപ്പോൾ ചർച്ച ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പ്രേക്ഷകരുടെ അറിവിലേക്ക് എന്തൊക്കെ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം? അത് വളരെ നമ്മുടെ ഇങ്ങനത്തെ പുതിയ വൈറസോ അല്ലെങ്കിൽ എപ്പിഡമിക്സോ സ്പ്രെഡ് ചെയ്യുന്ന വരുമ്പോൾ നമ്മൾ വളരെ ചില ആശങ്കകൾ കാണും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവെ പറയുന്നത് നമ്മുടെ SMS എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ ഇതിന് കോവിഡിന് പറഞ്ഞിരുന്ന പോലെ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്ക്, പിന്നെ ഹാൻഡ് വാഷിംഗ്, ഇങ്ങനെയുള്ള ജനറൽ പ്രിൻസിപ്പിൾസ് ഇത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ അതിനപ്പുറത്തോട്ട് ഒന്നും ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതിന് കറന്റായിട്ട് ഇപ്പം കമ്മ്യൂണിറ്റിയിൽ അത്ര ഇൻഫെക്ഷ്യസ് അല്ലത്. നമ്മൾ ഒരു മംസോ അല്ലെങ്കിൽ മീസൽസോ സ്പ്രെഡ് ചെയ്യുന്ന പോലെ ഒന്നും ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ലെവലിലേക്ക് ഈ ഒരു വൈറസിന്റെ ഇൻഫെക്ടിവിറ്റി വന്നിട്ടില്ല. അപ്പോൾ അതിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളില്ല. ന്യായമായും നമ്മൾ സമൂഹത്തിൽ കൂടുതൽ പനിയുള്ള കുട്ടികളുടെ അടുത്ത് കുട്ടികളാണെങ്കിൽ പനിയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർ സ്കൂളിൽ വിടാതിരിക്കുക. പിന്നെ മറ്റുള്ളവർക്ക് അങ്ങനെ പനിയുള്ളവരുമായിട്ട് അടുപ്പം തോന്നുവാണെങ്കിൽ അവർക്ക് മാസ്ക് ഉപയോഗിക്കുക. അതുകൂടാതെ എന്തെങ്കിലും അസുഖങ്ങൾ അല്ലെങ്കിൽ രോഗപ്രതിരോധ ശക്തി കുറവുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിക്കാൻ കുട്ടികളുണ്ട്, അവർ പ്രത്യേകിച്ചും മാസ്ക് ഉപയോഗിച്ച് ശ്രദ്ധാപൂർവ്വം കാര്യങ്ങൾ നീക്കുക അവരുടെ കാര്യത്തിൽ. അല്ലാതെ കവിഞ്ഞൊന്നും നമ്മളിപ്പോൾ ഇതിനെ ഒരു ത്രെട്ടായിട്ട് എടുക്കാനോ, പിന്നെ ഏത് വൈറസ് ഇൻഫെക്ഷനെയും നമ്മൾ ഇൻഫ്ലുവൻസ ഇതുപോലെ തന്നെയാണ്, പല വൈറസുകളും ഉണ്ട്. ഇതെല്ലാം പോലെ തന്നെ ഉള്ളൂ ഈ ഒരു വൈറസിന്റെ കറന്റായിട്ടുള്ള ഇതിന്റെ മോർബിഡിറ്റിയും മോർട്ടാലിറ്റിയും വരുന്നുള്ളൂ. അതിൽ കൂടുതലൊന്നും വരാനുള്ള സാധ്യതകൾ കാണുന്നുമില്ല. നമ്മുടെ ഈ വൈറസുമായിട്ടുള്ള ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ അതിൽ കൂടുതൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യങ്ങൾ കാണുന്നില്ല നമ്മൾ. ഓക്കെ, വളരെയധികം നന്ദി ഡോക്ടർ രമേഷ് കുമാർ. ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചതിന് ഞങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിലും താങ്കളെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. വളരെയധികം നന്ദി.